ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞിൻ്റെ കാര്യത്തിലായിരിക്കും മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, പ്രത്യേകിച്ചും തീരെ കുഞ്ഞുങ്ങളാകുമ്പോൾ. ഭക്ഷണത്തിൽ മുതൽ ഇവരെ കുളിപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരികയും ചെയ്യും. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് പരമ്പരാഗതമായ രീതി എടുത്തു നോക്കിയാൽ ഏറെ ചിട്ടവട്ടങ്ങളോട് കൂടെ വേണം ചെയ്യാൻ. കുളിക്കാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ ചൂട് മുതൽ കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കുന്ന എണ്ണയുടെ കാര്യത്തിൽ വരെ ഈ ശ്രദ്ധ വേണം. മുതിർന്നവരായാലും കുഞ്ഞുങ്ങളായാലും എണ്ണ തേച്ച് കുളിക്കുന്നത് പ്രാധാന്യമേറും. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് മസാജ് ചെയ്ത് അല്പനേരം കഴിഞ്ഞ് കുളിപ്പിക്കുന്നതാണ് പരമ്പരാഗത രീതി. ഇപ്പോഴത്തെ കാലത്തും ഇത്തരം രീതികൾ തന്നെയാണ് പലരും പിന്തുടർന്നു വരുന്നത്. കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ ഏതു തൈലമാണ് അല്ലെങ്കിൽ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടാകും. എളുപ്പ വഴിയായി മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന ബേബി ഓയിൽ ഉപയോഗിക്കുന്നവരായിരിക്കും മിക്കവരും. ഇതല്ലാതെ വെളിച്ചെണ്ണയും ചില ആയുർവേദ എണ്ണകളുമൊക്കെ പരീക്ഷിക്കുന്നവരുമുണ്ട്. കുഞ്ഞുങ്ങളെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ ആയുർവേദം പറയുന്ന നല്ലൊരു എണ്ണയാണ് നാൽപ്പാമരാതി തൈലം. മഞ്ഞ നിറത്തിലുള്ള ഈ എണ്ണ കുഞ്ഞിനെ തേച്ച് പുരട്ടി കുളിപ്പിക്കുന്നത് പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണ്. മഞ്ഞളടക്കമുള്ള പല ഔഷധങ്ങളും ചേർത്ത് പ്രത്യേക രീതിയിലാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 4 മരങ്ങളുടെ ചേരുവകളിൽ നിന്നാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത്. അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിങ്ങനെയുള്ള 4 വൃക്ഷങ്ങളിൽ നിന്നാണ് ഈ പ്രത്യേകം എണ്ണ ഉണ്ടാക്കുന്നത്. ഇതിൽ മറ്റു പല ഔഷധ ചേരുവകളും ചേർക്കുകയും ചെയ്യുന്നു. നാൽപ്പാമരാതി തന്നെ തൈലമായും കേരതൈലമായും ലഭിക്കും. വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും ഈ തൈലം ഉണ്ടാക്കും. കുട്ടികൾക്ക് വെളിച്ചെണ്ണ, അതായത് നാൽപ്പാമരാതി കേരതൈലമാണ് കൂടുതൽ നല്ലതെന്ന് പറയാം. എന്നാൽ ചൂട് കാലത്ത് മറിച്ചും ഉപയോഗിക്കാം. ഏതെല്ലാം വിധത്തിലാണ് നാൽപ്പാമരാതി തൈലം കുഞ്ഞു ചർമ്മത്തിന് സഹായിക്കുന്നത് എന്ന് നോക്കാം. കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിലുണ്ടാകുന്ന അലർജി, തിണർപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് നാൽപ്പാമരാതി തൈലം. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ ചർമ്മത്തിലുണ്ടാകുന്ന എല്ലാതരം അണുബാധകളെയും അസ്വസ്ഥതകളെയും അകറ്റുവാനും നല്ലതാണ്. ദിവസവും ഇത് പുരട്ടി കുഞ്ഞിനെ മസാജ് ചെയ്ത് അല്പനേരം കഴിഞ്ഞ് കുളിപ്പിക്കുന്നത് കുഞ്ഞിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കുട്ടിക്ക് നല്ല ഉറക്കവും ശരീരത്തിന് തണുപ്പും നൽകുന്ന ഒന്നും കൂടിയാണ് ഇത്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകാനിടയുള്ള വരണ്ട സ്വഭാവത്തെ മാറ്റാൻ ഇത് നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് തിളക്കവും മൃദുത്വവും നൽകാനും ഈ എണ്ണ വളരെ ഗുണകരമാണ്. ഇത് അടുപ്പിച്ച് പുരട്ടുന്നത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ചൊറി പോലുള്ള പ്രശ്നങ്ങളും ചുവന്ന കുരുക്കളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ചർമ്മം വല്ലാതെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളും അണുബാധകളുമെല്ലാം പെട്ടെന്ന് തന്നെ ബാധിക്കുന്നത്. ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് നാൽപ്പാമരാതി തൈലം. വേനൽക്കാലത്ത് ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ തണുപ്പ് നൽകാൻ ഏറെ നല്ലതാണ്. തണുപ്പ് നൽകുന്നത് കൊണ്ടുതന്നെ ചൂടുകുരു പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷണവും നൽകും. ഇത് സ്ഥിരം പുരട്ടി കുളിപ്പിക്കുക. കുഞ്ഞിൻ്റെ പാദത്തിൻ്റെ കീഴെയും ചെവിയുടെ പിറകിലും ഈ എണ്ണ ഉപയോഗിച്ച് പുരട്ടി മസാജ് ചെയ്യുക. ഇത് നാഡികളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കാഴ്ച ശക്തി അടക്കമുള്ള കാര്യങ്ങൾക്കും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനുമെല്ലാം ഇത് നല്ലതാണ്. എണ്ണ പുരട്ടി മസാജ് ചെയ്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും കഴിഞ്ഞാണ് കുളിപ്പിക്കേണ്ടത്. തലയിൽ ഈ എണ്ണ പുരട്ടരുത്. ഇതിന് തേങ്ങ വെന്ത എണ്ണയാണ് കൂടുതൽ നല്ലത്. ഇതിനു ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിക്കാം. കുഞ്ഞിൻ്റെ ശരീരത്തിലെ എണ്ണ കളയാൻ ചെറുപയർ പൊടി പോലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള വഴികൾ ഉപയോഗിക്കാം. നാൽപ്പാമരാതി തൈലം മാത്രമല്ല, നാൽപ്പാമരാതി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ചർമ്മത്തിലുണ്ടാകാനുള്ള ചർമ്മ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്ന് കൂടിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.